ഒരു ഇലക്ഷന് മുമ്പ് മണ്ഡലം പ്രസിഡന്റ്മാരെ മാറ്റുന്ന കേട്ടിട്ടുണ്ടാവും. ആ മണ്ഡലം പ്രസിഡന്റ്മാർ മുഴുവൻ എനിക്കെതിരായി. അത് കഴിഞ്ഞിട്ട് എല്ലാം കൊണ്ടും ഞാൻ ആ പ്രിയങ്ക ഗാന്ധിയുടെ വണ്ടിയിൽ എന്നെ ഒന്ന് കയറ്റാൻ വേണ്ടിയിട്ട് ഇവരെന്റെ അടുത്ത് നിന്ന് 22.5 ലക്ഷം റുപ്യ വാങ്ങി. DC പ്രസിഡന്റ് അന്ന് വിൻസെന്റ് ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ തരില്ലെന്ന്. KPC വന്നിട്ടുണ്ടല്ലോ പൈസ പറഞ്ഞപ്പോ എന്നാ പിന്നെ ചേച്ചിയുടെ കാര്യം സ്വന്തം നോക്കുക, ഞങ്ങളാരും ഉണ്ടാവില്ല എന്നെ ഭീഷണിപ്പെടുത്തി. ഇലക്ഷൻ സമയത്ത് നമ്മൾ എന്തും പേടിക്കണല്ലോ. അങ്ങനെ ഞാൻ കൊടുത്തു. പക്ഷെ അത് കഴിഞ്ഞിട്ട് പ്രിയങ്ക ഗാന്ധി വന്നിട്ട് ഞാൻ ചോദിച്ചു എവിടുന്നാ കയറണ്ടേ ചോദിച്ചപ്പോ ആ ചേച്ചി അവിടെ വന്നാ മതി, എവിടെ സ്റ്റേജിൽ വണ്ടിയിലൊന്നും. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കയറൂട്ടോ, ഞാൻ പ്രശ്നം ഉണ്ടാക്കി. അപ്പോഴേക്കും അവിടെ നിന്ന് പുറപ്പെട്ട് ഞാൻ ഏത് കൂടെ വരണേന്ന് പോലും എൻ്റെ അടുത്ത് പറഞ്ഞില്ല, അറിയാം. അല്ലെങ്കിൽ ഞാൻ അവിടെ റോട്ടിൽ ഇറങ്ങി നിന്നേനെ എൻ്റെ സ്വഭാവത്തിന്. പക്ഷെ എന്നിട്ട് പിറ്റേ ദിവസം മനോരമ തന്നെ എഴുതിയല്ലോ പത്മജ ഔട്ട് പ്രതാപൻ ഇന്ന്, ഞാനല്ല എഴുതിയത്. ആ ഒരു അതില്ലെങ്കിൽ 22 ലക്ഷം രൂപ മേടിച്ചിട്ട് ചേച്ചി വണ്ടിയിൽ പോലും കയറ്റിയില്ല. അതൊക്കെ അവരോട് നമുക്ക് ആക്ഷേപമുണ്ടോ പൈസ അവര് വേറെ എന്തെങ്കിലും വക മാറ്റിയെന്നൊരു? തീർച്ചയായിട്ടും അതൊന്നും. കാരണം KPCCന്ന് ഫണ്ട് കൊടുത്തു ഞാൻ പിന്നെ അറിയണത്. അവിടെ 10-12 എന്തോ കൊടുത്തു. എത്ര ചെലവായി? അതൊക്കെ അവരോട് ചോദിക്കണം. ഇവരൊക്കെ നല്ലോണം എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ. ചേച്ചിയുടെ വിഷമങ്ങളൊക്കെ സുധാകരന്റെ മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ഞാൻ സോണിയാഗാന്ധിക്ക് ലെറ്റർ അയച്ചിരുന്നു, രാഹുൽ ഗാന്ധിക്ക് അയച്ചിരുന്നു. കാണാൻ പോയി, കാണാൻ പറ്റിയില്ല. സുധാകരേട്ടന്റെ അടുത്ത് പറഞ്ഞു, എല്ലാവരുടെ അടുത്തും. പ്രതികരണം എങ്ങനെയായിരുന്നു? സുധാകരേട്ടൻ മാത്രമാണ് എന്നോട് ഇത്തിരി ആത്മാർത്ഥമായിട്ട് പെരുമാറിയിരുന്നത് ഇത്രയും കാലം. കാരണം എന്നെ സ്വന്തം ഒരു അനീതിരമാരിയുള്ള ഒരു സ്നേഹമായിരുന്നു സുധാകരേട്ടനെ വിട്ടു വന്നപ്പോൾ മാത്രമാണ് എൻ്റെ മനസ്സൊന്നൊന്ന് ആടിയത്. വേറെ ആരുടെ അടുത്തും എനിക്ക് ഒന്നുമില്ല. അപ്പം സത്യം പറഞ്ഞാല് മുരളീധരനെ ഏട്ടനായിട്ട് ഇഷ്ടമാണ്. ഈ കഴിഞ്ഞ ദിവസം പത്മജയുടെ നിലപാടെന്നും ശരിയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എടുത്ത ഈ രാഷ്ട്രീയ നിലപാടിനൊപ്പം സഹോദരനും നാളുകളിൽ വരും എന്ന് വിചാരിക്കുന്നുണ്ട്. സഹോദരൻ മാത്രല്ല പലരും വരും. സഹോദരനും വരും. അതൊന്നും എനിക്കറിയില്ല. ആള് പറഞ്ഞ മാതിരി ആളുടെ മനസ്സ് മാത്രം കൂടെ ഇത്ര കാലം ജീവിച്ചിട്ട് എനിക്ക് മനസ്സിലായി. ആള് 3 പാർട്ടി പോയ ആളാണ്. സ്വാഭാവികമായിട്ടും കോൺഗ്രസിൽ നിന്ന് ഒരു തിരിച്ചടി ഉണ്ടായാൽ മാറി ചിന്തിക്കേണ്ടി വരും. ആൾക്ക് അതിനൊന്നും ബുദ്ധിമുട്ടും മടിയൊന്നും ഇല്ലാത്ത ആളാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങും. പാർട്ടി പറഞ്ഞിറങ്ങും. പാർട്ടി പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇറങ്ങും. പുതിയ ബന്ധുക്കൾക്ക് തുറന്നു കൊടുത്തേക്കാണോ? ആര്? ഞാനോ? അല്ല, ഞാൻ എന്റെ വീടല്ല. ശരിക്കും അച്ഛൻ എനിക്ക് തന്ന വീടാണത്. അപ്പൊ എന്റെ നല്ല മനസ്സുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ എന്തായാലും ഈ വീട് വിൽക്കാൻ പോകില്ല. അപ്പൊ പകുതി മുരളിയേട്ടന്റെ പേരിലും കിടന്നോട്ടെ, പകുതി എന്റെ പേരിലുമാണ്. ഈ കഴിഞ്ഞ ദിവസം അതെ, കാരണം ഞാൻ വിചാരിച്ചു മുരളിയേട്ടനെ തൊഴാൻ വരുമ്പോ ഒരു വേറെ ഇതിലേക്ക് കയറി വന്നു തോന്നണ്ട. എന്നും അനിയത്തി എന്നുള്ള നിലയിലുള്ള ദൗർബല്യങ്ങളാണ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്. ഈ കഴിഞ്ഞ ദിവസം മുരളീധരൻ പറഞ്ഞു ഒരു BJP-ക്കാരുടെ ജൽപ്പനങ്ങൾക്ക് മറുപടി ഇല്ല. എന്താണ് തിരിച്ചും പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല. എന്റെ ചേട്ടനെ പറ്റി എനിക്ക് അറിഞ്ഞൂടെ. നാളെ ഇപ്പൊ വേഗം മാറ്റി പറഞ്ഞോളും. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങിയാൽ കൂടുതൽ വോട്ട് കിട്ടും, അവരിറങ്ങണമെന്നാണ് കരുണാകരന്റെ പഴയ ശിഷ്യനാണ് ഉൾപ്പെടെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ പറയുന്നത്, മുരളീധരൻ പറയുന്നത്. അതെ, പിന്നെ എന്തിനാ എന്നെ പേടിക്കണേ? എന്നെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കണേ. എന്നെ അങ്ങ് വിട്ടേക്ക്. ഞാൻ എന്റെ വഴിക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കോളാം.